എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് തേങ്ങ ഒട്ടും ചേർക്കാത്ത 3 കറികളാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചുരക്ക വെച്ചിട്ടുള്ളൊരു ചാറ് കറിയും, മത്തനും വൻപയറും വെച്ചിട്ടുള്ളൊരു കറി, പിന്നെ പാവയ്ക്ക വരട്ടിയതും പപ്പടം മുളകിട്ടതും. അടിപൊളി കറികളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചുരക്ക കറി വയ്ക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഒരു ചെറിയ ചുരക്ക എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കർ വെച്ചെടുക്കാം. ചൂടായി കഴിയുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുരക്ക ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സൈസ് പൊട്ടറ്റോ അത് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് നേരം മിക്സാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിലക്ക് ഒന്ന് മുങ്ങുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് കേട്ടോ വേണ്ടത്. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. തുറന്ന് നോക്കി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നൊരല്പം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തൈര് ചേർത്തെടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളമാണ് കേട്ടോ നമ്മൾ മുളക് പൊടി ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടിയതിന് ശേഷം ഒരു ചെറിയ സവാള എടുത്ത് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായി കഴിയുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ചൊരു 10-15 കൊച്ചുള്ളിയാണ് കേട്ടോ ഈ പാവയ്ക്ക വരട്ടിയതിന് നല്ലത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ നമ്മൾ പാവയ്ക്ക ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. വെള്ള പാവയ്ക്കയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എരിവുള്ളതായതുകൊണ്ടാണ് കേട്ടോ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് ചെറിയ തീയിലോ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വരട്ടിയ പോലെ വേണം നമുക്കിത്. ഇനി ഇതിലേക്ക് ഒരു അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയുടെ പോരായ്ക ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്തരച്ചൊക്കെ ഒരു കറി ഉണ്ടല്ലോ, അതേ ഒരു ടേസ്റ്റാണ്. ഇതിൽ തേങ്ങ വറുത്തരയ്ക്കണമെന്നില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ പൊടികളും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ പുളിയും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി നന്നായിട്ട് വരട്ടിയ പോലെയാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. അടിപൊളി ടേസ്റ്റാണ്. കയ്പോ അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല കേട്ടോ ഇതുപോലെ പാവയ്ക്ക ചെയ്തെടുത്താൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് പയറും മത്തനും കൂടിയുള്ള കറിയാണ്. അപ്പോൾ പയർ വേവിക്കാനായിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുക.
അപ്പോൾ ഞാൻ കുതിർത്ത് വെക്കാത്ത പയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 4-5 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. വെന്തതിന് ശേഷം എന്താ ഇതിലേക്ക് ഒരു ചെറിയ പീസ് മത്തൻ അത് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പയറും മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒന്ന് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും അതിതാ ചതച്ചതാണ്, കുറച്ചധികം വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് കേട്ടോ വേണ്ടത്, ഉണക്കമുളക് ചതച്ചത്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ നമ്മുടെ പയറും മത്തനും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി കറിയാണ്. അപ്പോൾ അതും സെറ്റ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയൂണിന് സൂപ്പർ കറികളാണ്. അപ്പോൾ എല്ലാവരും തേങ്ങയില്ലാത്ത ഈ കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.